ഞാനേ കോൺഗ്രസിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ഇവിടെ മത്സരിക്കുക ആറാണ്ട് എന്റെ ചിഹ്നം മൊബൈൽ ഫോണാണ്. മൊബൈൽ ഫോണിൽ വോട്ട് ചെയ്ത് എന്നെ ജയിപ്പിക്കണം. കൊല്ലം കോർപ്പറേഷനിലെ കുരീപ്പുഴ വെസ്റ്റ് സീറ്റ് എന്ന് പറയുന്നത് വളരെ വാശിയേറിയ രാഷ്ട്രീയ മത്സരം നടക്കുന്നുണ്ട്. അതിനൊരു പ്രത്യേകത കൂടെയുണ്ട്. UDFന് ഒരു വിമത സ്ഥാനാർത്ഥി കൂടിയുള്ള, അതായത് കോൺഗ്രസിൽ നിന്നൊരു വിമത സ്ഥാനാർത്ഥി കൂടിയുള്ള ഒരു സീറ്റാണ് അല്ലെങ്കിൽ ഒരു ഡിവിഷനാണ് ഈ കുരീപ്പുഴ വെസ്റ്റ് എന്ന് പറയുന്നത്. കോൺഗ്രസിന്റെ ഭാരവാഹിത്വത്തിൽ ബ്ലോക്ക് ഭാരവാഹിയൊക്കെ ആയിരുന്ന ആളാണ് ഇവിടെ മത്സരിക്കുന്നത്. ഒപ്പം തന്നെ പ്രവർത്തനത്തിനായിട്ടുള്ളതെല്ലാം തന്നെ യൂത്ത് കോൺഗ്രസിന്റെയും ഒപ്പം തന്നെ കോൺഗ്രസിന്റെയൊക്കെ സജീവ പ്രവർത്തകരാണ് ഉള്ളത്. അതിന്റെ ഒരു പ്രധാന പ്രശ്നമെന്ന് പറയാം, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു വിമത നീക്കത്തിലേക്ക് പോയതിന്റെ ഷാനവാസിനെ മത്സരിപ്പിക്കുന്നതിന്റെ ഒരു പ്രധാന കാരണമെന്ന് പറയുന്നത് ഫോർവേഡ് ബ്ലോക്കിന് അവസാന നിമിഷം സീറ്റ് കൊടുത്തതിലുള്ള ഒരു പ്രതിഷേധമെന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ തന്നെയല്ലേ? തീർച്ചയായിട്ടും ഇത് കോൺഗ്രസിന്റെ ഒരു മണ്ഡലമാണ്. വർഷങ്ങളായിട്ട് കോൺഗ്രസ്സുകാരാണ് ഇവിടെ ജയിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ 2 വർഷം ഇടതുപക്ഷ സ്ഥാനാർത്ഥി ജയിക്കുക, അതിനു മുമ്പുള്ള 2 വർഷം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ജയിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഫോർവേഡ് ബ്ലോക്ക് വന്നതിന് ശേഷമാണ് ഇടതുപക്ഷത്തിനൊരു സീറ്റ് കിട്ടിയത്. അപ്പോൾ അവർക്ക് സീറ്റ് കൊടുക്കരുതെന്ന് ഞങ്ങൾ കോൺഗ്രസ്സുകാർ, ഇവിടുത്തെ മൊത്തം കോൺഗ്രസ്സുകാരും നേതൃത്വ നിരയോട് ആവശ്യപ്പെടുകയും റെക്കോർഡിക്കലായിട്ട് പേപ്പറിൽ ഇത് കൊടുക്കുകയും ചെയ്തിട്ട് അവർ നിഷേധിച്ചിട്ട് ഫോർവേഡ് ബ്ലോക്കിന് സീറ്റ് കൊടുക്കും. യഥാർത്ഥത്തിൽ ഫോർവേഡ് ബ്ലോക്കിന് ഇവിടെ പ്രവർത്തകരില്ല. ആ സ്ഥാനാർത്ഥി മാത്രമേ ഉള്ളൂ, അല്ലാതെ ഒരു 3 പേരും മാത്രമേ ഉള്ളൂ. അതിപ്പോ അങ്ങയോടൊപ്പം പ്രവർത്തിക്കുന്നവരല്ല, എനിക്ക് തോന്നുന്നു കോൺഗ്രസിന്റെ നേതാക്കന്മാർ തന്നെയാണ്. INDUC നേതാക്കന്മാർ, മണ്ഡലം പ്രസിഡന്റുമാർ, ബൂത്ത് പ്രസിഡന്റുമാർ, ഡിവിഷൻ പ്രസിഡന്റ്, ഡിവിഷൻ ഭാരവാഹികൾ എല്ലാവരും ചേർന്ന് വളരെ ശക്തമായിട്ട് അവരെ എന്നെ ഉദ്ധരണിച്ച് നിർത്തിയായിരുന്നു നമ്മളെ വികാരം മനസ്സിലാക്കാൻ വേണ്ടി. ഞാൻ ഒരു CCയെ ഇത്തരത്തിൽ നമുക്ക് ഇങ്ങനെ പ്രദേശത്ത് ഇങ്ങനെ ഒരു വികാരം ഉണ്ടെന്ന് അറിയിച്ച ഡിവിഷൻ പ്രസിഡന്റ് എന്നെ 2-3 വട്ടം കത്ത് കൊടുത്ത് ഔദ്യോഗികമായി കത്ത് കൊടുത്തിട്ട് യാതൊരു നടപടിയും ഉണ്ടാകാതെ ഫോർവേഡ് ബ്ലോക്കിന് സീറ്റ് കൊടുത്ത് ഞങ്ങൾ പത്രത്തിൽ കൂടെ അറിഞ്ഞത്. ഞങ്ങളെ അറിയിപ്പിച്ചില്ല, പത്രത്തിൽ കൂടെയാണ് അറിയിച്ചത്. അതിനെ പ്രതിഷേധിച്ചാണ് ഞങ്ങളിവിടെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് എന്നെ അവരെല്ലാവരും കൂടെ നിർത്തത്. ഇതിപ്പോ മുന്നണിക്കെതിരെ നിൽക്കുമ്പോ വലിയ രീതിയിലുള്ള ഒരു പക്ഷേ പ്രഷറൊക്കെ മുന്നണിക്കെതിരെ അല്ല നിൽക്കുന്നത്. കോൺഗ്രസിന്റെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുന്നതിന് ഞങ്ങൾ പറഞ്ഞിട്ട് ഫോർവേഡ് ബ്ലോക്കിന്റെ ഒരു സ്ഥാനാർത്ഥിയെ സ്വതന്ത്ര സ്ഥാനാർത്ഥി നിർത്തിയാലും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുമായിരുന്നു. പക്ഷേ കോൺഗ്രസിനകത്ത് നിന്ന് ഇവിടുത്തെ ഞങ്ങളെ മണ്ഡലം വൈസ് സെക്രട്ടറി ആയിരുന്ന, ജോയിന്റ് സെക്രട്ടറി ആയിരുന്ന ഒരാളിനെ പിടിച്ചുകൊണ്ടാണ് ഫോർവേഡ് ബ്ലോക്കുകാരെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ആ ഭാരവാഹിയെ കോൺഗ്രസിൽ നിന്നും സസ്പെൻഡ് ചെയ്ത് DCC പ്രസിഡന്റ് സസ്പെൻഡ് ചെയ്യുകയും അയാളെ കൊണ്ടുവന്ന് UDF വീണ്ടും സ്ഥാനാർത്ഥിയായിട്ട് നിർത്തുകയും ചെയ്യും. അതിൽ പ്രതിഷേധിച്ചാണ് ഞങ്ങൾ ഒറ്റക്കെട്ടായി. ഇപ്പോ ഷാനവാസ് എന്നുള്ള വ്യക്തിയല്ല, പാർട്ടിക്ക് വേണ്ടിയാണ് എല്ലാവരും. തീർച്ചയായിട്ടും പാർട്ടിക്ക് വേണ്ടി, കോൺഗ്രസിന് വേണ്ടിയാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഈ ഇപ്പൊ പ്രചരണത്തിൽ കോൺഗ്രസ്സുകാർ മാത്രമാണോ അല്ലെങ്കിൽ ഘടകകക്ഷികളുണ്ടല്ലോ, RSP ഉൾപ്പെടെയുള്ളവരൊക്കെ? അവരെല്ലാം സഹകരിക്കുന്നുണ്ട്, സൈലന്റ് ആയിട്ട് ഇന്ന് സഹകരിക്കുന്നുണ്ട്, അവരെല്ലാവരും സഹകരിക്കുന്നുണ്ട്. എന്താണ് ഒരു പ്രതീക്ഷ? കാര്യം നിലവിൽ LDFന്റെ ഒരു സിറ്റിംഗ് സീറ്റാണ്. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഭൂരിപക്ഷം വോട്ട് കിട്ടും, ഞങ്ങൾ ജയിക്കുമെന്നാണ് ഞങ്ങളുടെ താല്പര്യം. ജനങ്ങൾക്കും അതാണ് താല്പര്യം. ഞങ്ങൾ ഒരു ട്രിപ്പ് കയറി ഇറങ്ങി, 2ാമത്തെ ട്രിപ്പ് ഞങ്ങൾ അഭ്യർത്ഥനയായിട്ട് നാളെ മുതൽ കയറി ഇറങ്ങിയാണ്. ഞങ്ങൾ മതിലുകൾ എഴുതി കഴിഞ്ഞു, വാൾ പോസ്റ്റുകൾ ഒട്ടിച്ചു കഴിഞ്ഞു, ബാക്കി എല്ലാ സജ്ജീകരണങ്ങളും ഞങ്ങൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും പ്രചരണ രംഗത്ത് സജീവമായി തന്നെ ഈ UDF വിമത സ്ഥാനാർത്ഥി ഇപ്പോൾ ഉണ്ട്. DCC നേതൃത്വം ഇതുവരെ നടപടിയോ മറ്റു കാര്യങ്ങളിലേക്കൊന്നും പോയിട്ടില്ല. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാണ്. എന്റെ പേര് ഷാനവാസ്. എനിക്ക് വോട്ട് ചെയ്യണം, ജയിപ്പിക്കണം, അനുഗ്രഹിക്കണം. ചുവരെഴുത്തുകളും പ്രചരണ കമ്മിറ്റി ഓഫീസുമൊക്കെയായി വിമത സ്ഥാനാർത്ഥി മണ്ഡലം നിറയുമ്പോൾ UDFന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായിട്ടുള്ള ഫോർവേഡ് ബ്ലോക്കിൽ നിന്നുള്ള ഷംനാദിനെ ഇവിടെ കാണാനില്ല എന്നുള്ള ഒരു പരാതിയും വോട്ടർമാരുടെ ഇടയിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട്. കൊല്ലത്ത് നിന്ന് ലിജോ റോളൻസ്, മീഡിയ 1.